അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്നാക്സ് ആയിട്ടാട്ടോ. വൈകുന്നേരം ഒരു സ്നാക്സ് ഉണ്ടാക്കിയാണ്. രാത്രിക്കാണ് ഉണ്ടാക്കിയത് കഴിക്കാൻ. രാത്രിക്ക് ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ. ഒരു ഫില്ലിങ് ഉണ്ടാക്കട്ടോ നമുക്ക് ആദ്യം. അടിപൊളി സ്നാക്സ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ച് നോക്കുമ്പോൾ ആദ്യം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 2 വെളുത്തുള്ളി പീസ് ചെറിയതായി അരിഞ്ഞതും, ഒരു ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പച്ചമുളകില്ലേ അതും ചെറുതായി അരിഞ്ഞതും കൂടി വഴറ്റുക കേട്ടോ. ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് വലിയ ഉള്ളിയില്ലേ നല്ല കുനുകുന അരിഞ്ഞിട്ട് നല്ല ചെറുത് കേട്ടോ, പൊടിയായി അരിയുക കേട്ടോ. അതും ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക കേട്ടോ. ഒരു മണം പോണ വരെ ചെറുതായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. അത് ഇളക്കിയതിന് ശേഷം അതിലോട്ട് ചിക്കല്ലേ, ആവിയിൽ വേവിച്ച് വെച്ച ചിക്കനാട്ടോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തട്ടില്ലേ, അതിൽ ആവിയിൽ വേവിച്ച് വെച്ചിട്ട് കേട്ടോ. അതിനിട്ടിട്ട് ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് അതും ഇടുക കേട്ടോ. അതും പാടെ നന്നായി ഇളക്കിയിട്ട് ഉപ്പ് ഇടുക കേട്ടോ. പാകത്തിന് ഉപ്പിട്ടുള്ളത് അതും പാടെ ഇട്ടിട്ട് അതിൽ കുരുമുളക് പൊടിയില്ലേ അതൊരു ടീസ്പൂൺ ഇടുക കേട്ടോ. നമ്മൾ വാങ്ങിച്ച കുരുമുളകാണ്, അത് കാരണം നമ്മൾ നോക്കിയിട്ട് ഇടുക കേട്ടോ. ലേശം എല്ലാം എരിവില്ലവർക്ക് നല്ല ഇടാം, ഇത് ഞാൻ കുറച്ചായിട്ടിട്ടുള്ളൂ കേട്ടോ. അടിപൊളി സ്നാക്സ് ആയിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതും ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല അല്ലേ അതും ഇടുക കേട്ടോ. നമ്മൾ പൊടിച്ചതാട്ടോ, വീട്ടിൽ പൊടിച്ചതാണ്. അതും ഇട്ടിട്ട് നന്നായി ഇളക്കി മല്ലിച്ചപ്പ് ഇടുക കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് മൈനോയ്സ് വേണം കേട്ടോ. അത് ഉണ്ടാക്കാൻ 2 കോഴിമുട്ട പുഴുങ്ങിയതാട്ടോ. എണ്ണ ഇല്ലാത്ത മൈനോയ്സ് ആട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയതും, 2 അല്ലി വെളുത്തുള്ളിയും, 1 ടീസ്പൂണ് തൈരും, 1 ടീസ്പൂണ് 1/2 ടീസ്പൂണ് വിനാഗിരിയും, ലേശം ഉപ്പും ലേശം പഞ്ചസാരയും ഒക്കെ നുള്ളു കേട്ടോ. ഓരോ പൊടി മതി കേട്ടോ, ഒരു പൊടിക്ക് ലേശം ഇടുക. അതും പാടെ നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇതാ മൈനോയ്സ് റെഡി ആയിട്ടോ. ഈ സ്നാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം തന്നെ കഴിക്കണം കേട്ടോ, നല്ല കേട്ടോ അതിന് ടേസ്റ്റ്. ഇത് കുറച്ച് നേരം എടുത്ത് വെക്കാൻ പാടില്ല കേട്ടോ മൈനോയ്സ് കഴിച്ച കാരണം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ചൂടാക്കാം കേട്ടോ. അതും പാടെ ഇട്ടിട്ട് നന്നായി ഫില്ലിങ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണ്ടേ. അതിലേക്ക് ഇതാ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രെഡിനെ വേറൊരു പാന് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് അതിനെ ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. 2 പുറവും ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ ഞാൻ. എന്നിട്ട് ഈ ഫില്ലിങ് അതിലോട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എണ്ണയൊന്നും അധികം ഉപയോഗിക്കില്ലല്ലോ. ഇത് വല്ലാണ്ട് എണ്ണയും ഇതൊന്നുമില്ല. നമുക്ക് ഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണമാണ്. ഒന്ന് കഴിച്ച് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇഷ്ടമായി. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.